ഷിരൂരിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ 11ാം ദിനം. പുഴയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചു. തെരച്ചിലിന് വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്കും മഴയും. ഷിരൂരിൽ ഓറഞ്ച് അലർട്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന ഉന്നതതല യോഗം തുടങ്ങി. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ കലഹം. തിരുവനന്തപുരം ജില്ലാ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന് വി ഡി സതീശൻ. KPCC യോഗത്തിലെ വിമർശനം പുറത്തുവന്നതിൽ അതൃപ്തിയെന്ന് സൂചന. പത്തനംതിട്ട തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് 2 മരണം. രാജു തോമസ്, ഭാര്യ ലൈജി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിൽ ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ്. നടപടി കേരളം നൽകിയ ഹർജിയിൽ. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ കോടതിയിലേക്ക്. നിയമനത്തിൽ സർവകലാശാലകൾ സഹകരിക്കുന്നില്ലെന്ന ആരോപണം. പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനുഭവത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ലെന്ന് നരേന്ദ്രമോദി. ഭീകരവാദത്തെ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കാർഗിൽ വിജയ ദിവസത്തിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി. കായിക ലോകത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാരീസ്. 33ാമത് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 11-ന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ. PV സിന്ധു ഇന്ത്യൻ പതാകയേന്തും. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ കലഹം. തിരുവനന്തപുരം ജില്ലാ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്ന് വി ഡി സതീശൻ. KPCC യോഗത്തിലെ വിമർശനം പുറത്തുവന്നതിൽ അതൃപ്തിയെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ